ബിൽഡ് ഫോർ ഫോട്ടോസ് നോട്ട് ഫോർ പർപ്പസ് എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പറയുന്നത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഒരു 5 കൊല്ലം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു എന്നുള്ളത്. അതിനൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. ഒന്ന്, നമ്മൾ ഒരു എന്താ പറയുക ട്രെൻഡ് ഡ്രിവൺ ഡിസൈൻസിലേക്ക് നമ്മൾ പോകുന്നു. അപ്പം ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്തിട്ട് കുറേ ഐറ്റംസ് സെറ്റ് ചെയ്യുന്നു. അപ്പം ഒരുമാതിരി എല്ലാ ആൾക്കാരും അതേപോലത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. പിന്നെ വരുന്നൊരു ഫാക്ടർ, നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ വീടുണ്ടാക്കുന്നത് വെറും ഒരു പലപ്പോഴും ഒരു ഫോട്ടോസിന് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന രീതിയിൽ എലിമെൻറ്റ്സ് കൊണ്ടുവരുന്നതാണ്. അതായത് ബിൽഡ് ഫോർ ഫോട്ടോസ് നോട്ട് ഫോർ പർപ്പസ് എന്ന രീതിയിൽ. അപ്പം ഫോട്ടോസിലും വീഡിയോസിലും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. നമുക്കതിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലോങ് ടേമിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് മടുക്കും. കുറേ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് കൊടുത്തു വരുമ്പോൾ ഫോട്ടോസിൽ ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. പക്ഷേ നമുക്ക് കൺസിസ്റ്റൻ്റായി കാണുമ്പോഴത്തേക്ക് എന്തുണ്ടാവും, അത് ഭയങ്കര ടാക്കി ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. ചീപ്പ് മെറ്റീരിയൽസ് ഏജ് ഫാസ്റ്റർ ഒരു ഫാക്റ്റാണ്. നമ്മൾ ക്വാളിറ്റിക്ക് പുഷ് ചെയ്യല്ല എപ്പോഴും, പക്ഷേ ചീപ്പ് മെറ്റീരിയൽസിൻ്റെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ലെസ്സറൊക്കെ ലാസ്റ്റ് ചെയ്യില്ല. അത് ഒരു മങ്ങിച്ച വരും. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ളൊരു പെർഫോമൻസിന് എന്തായാലും ഉണ്ടാവും. ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ വരും, അത് വന്ന് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വരുമ്പോൾ, പുതിയ സിസ്റ്റംസും പുതിയ മെത്തഡോളജീസൊക്കെ വരുമ്പം വർക്ക്മാൻഷിപ്പും നന്നാവുന്നുണ്ട്, പ്രൊഡക്ട്സ് ഒരുപാട് ചേഞ്ചസ്. അപ്പോൾ ടെക്നോളജി മാറുന്നതിനെ കൊണ്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സും വ്യത്യാസങ്ങളും കൊണ്ടും എന്ത് ചെയ്യണം, നമുക്ക് ഔട്ട്ഡേറ്റ് ആയിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ what we have to do is that just go for a simple architecture, go for neutral designs. അതാകുമ്പോൾ ഒരു കളറിൻ്റെ ഷെയ്ഡിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ ഒരു നമുക്കൊരു സിമ്പിൾ കണ്ടൻറ്റിനെ എപ്പോഴും മൂവ് ചെയ്യും. നമുക്ക് എപ്പോഴും ഡ്യൂറബിൾ ആയിട്ടുള്ള എലിമെൻറ്റ്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബേസിക് സ്റ്റഫ് നമ്മൾ കീപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കൊരു ഔട്ട്ഡേറ്റഡ് ആവുന്നൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യില്ല.